ഹലോ, MEL&MEL കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ്ഗ്ലെസ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കറാച്ചി ബിസ്ക്കറ്റ് അഥവാ ടൂട്ടി ഫ്രൂട്ടി ബിസ്ക്കറ്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം ബട്ടർ എടുക്കുക. അൺസാൾട്ടഡ് ആണെങ്കിൽ അതിനാവശ്യമുള്ള അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഏകദേശം 1 മിനിറ്റോളം, അതായത് നമ്മുടെ ബട്ടർ ഒന്ന് ലൂസായി വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 100 ഗ്രാം ബട്ടറിന് 100 ഗ്രാം പഞ്ചസാരയാണ് വേണ്ടത്. ഇതിന് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റും, വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 7 മുതൽ 8 മിനിറ്റ് വരെയും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് കാണുന്നത് പോലെ സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ച് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ നല്ലൊരു ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുന്നതാണ്. മൈദയും പഞ്ചസാരപ്പൊടിയും ഒക്കെ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അതിൽ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ വനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്ക് അതിലേക്ക് അല്പം വനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് അധികമൊന്നും ചേർക്കണ്ട, ഒരു 5-6 തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതോടൊപ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് കളർ ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ തന്നെ ഗ്രീൻ കളർ ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കയ്യിലൊരല്പം ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടാതെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ, ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ കവർ ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് അതിലെ ബട്ടറൊക്കെ ഹാർഡായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഹാർഡായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, റെഫ്രിജറേറ്ററിൽ മാത്രം വെച്ചാൽ മതി. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കവർ മാറ്റി നോക്കാം. ഇപ്പോൾ ഇത് മുമ്പത്തേക്കാളും ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നൈഫ് ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയിൽ ചിലപ്പം ടച്ച് ചെയ്യുമ്പോൾ അത് പൊടിയാൻ ചാൻസ് ഉണ്ട്. അത് സാരമില്ല. അധികം കനത്തിൽ കട്ട് ചെയ്യേണ്ട. ഇവിടെ കാണുന്നത് പോലെ അല്പം കുറച്ച് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-17 പീസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 9 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അല്പം ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ വേണ്ടി, കാരണം ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും സൈസിൽ കുറച്ച് വ്യത്യാസം വരും. ഇനി ഇതിനെ നമുക്ക് ഒരു 160 ഡിഗ്രിയിൽ ഒരു 20-22 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കിതൊരു ഓവനിലേക്ക് മാറ്റാം. ഇപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷേ ചൂടാറി കഴിയുമ്പോഴത്തേക്കും അത് ഹാർഡായിക്കൊള്ളും. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് അല്പം കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ബട്ടർ പേപ്പറിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം. ഇനി ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ വളരെ ടേസ്റ്റിയും ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ കറാച്ചി ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, അതിൻ്റെ അകത്തൊക്കെ ടൂട്ടി ഫ്രൂട്ടി വന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പറായിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണിത്. ഞാൻ സത്യത്തിൽ ഇതൊരു 10-17 എണ്ണം ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് വന്നപ്പോൾ 10-12 എണ്ണം ആയിപ്പോയി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.